ഗൈസ്, അപ്പോൾ ഫൈനലി ഫെനി എന്ന OTT പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്ത് നിന്ന് ടെയ്ലർ എന്ന വെബ് സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ സീരീസിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ റിവ്യൂവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ ഫോറമിലായിട്ട് റിവ്യൂയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഈ ടെയ്ലർ എന്ന വെബ് സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡിന്റെ ഡ്യൂറേഷനെ പറ്റി നോക്കാം. ഡ്യൂറേഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം 41 മിനിറ്റും 8 സെക്കൻഡുമാണ് ഒരു വെബ് സീരീസിന്റെ ഡ്യൂറേഷൻ വരുന്നത്. അത്യാവശ്യം നല്ല ദൈർഘ്യമുള്ളൊരു വെബ് സീരീസാണ്. ഏകദേശം 3/4 മണിക്കൂർ കൂട്ടിക്കും. ഈ 3/4 മണിക്കൂർ കൊടുത്തേക്കുന്ന ചുമ്മാതെയൊന്നും അല്ല, നല്ലൊരു സ്റ്റോറിയൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഇത്രയധികം സമയം വേണം. നല്ലൊരു സ്റ്റോറിയൊക്കെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് അത്യാവശ്യം കുറച്ച് ഡയലോഗ്സും കാര്യമെല്ലാം കൊടുത്ത് കാണുന്ന പ്രേക്ഷകനെ ആ സ്റ്റോറിയിലേക്ക് ബ്ലെൻഡ് ചെയ്യിപ്പിച്ച് അതിനുശേഷമാണ് കാര്യത്തിലേക്ക് കടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്യൂറേഷൻ ഈ ഒരു സീരീസിന് വളരെയധികം അത്യാവശ്യമാണ്. ഓക്കെ, പിന്നെ ഈ ഒരു സീരീസിന്റെ പ്ലോട്ട് അല്ലെങ്കിൽ ഒരു കഥാ സാഹചര്യത്തെപ്പറ്റി നോക്കുകയാണെങ്കിൽ ഒരു തയ്യൽക്കാരന്റെ കഥയാണ് ഈ ഒരു വെബ് സീരീസ് പറഞ്ഞു പോകുന്നത്. അതായത് നമ്മുടെ നായിക ഒരു തയ്യൽക്കാരൻ്റെ അടുത്ത് ഡ്രസ്സ് തയ്ക്കാൻ കൊടുത്തായിരുന്നു. ഒരു ടോപ്പ് എന്താണ് തയ്ക്കാൻ വേണ്ടി കൊടുത്തത്. അപ്പോൾ ആ സമയത്ത് തയ്ച്ചു വന്നത്തേനും എന്താ പറയുക, ആ ടോപ്പ് ഒട്ടും ചേർച്ചയില്ല പുള്ളിക്കാരിക്ക്, എന്തോ ടൈറ്റോ കാര്യങ്ങളോ ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും അതൊന്നുകൂടി അളവൊക്കെ എടുത്ത് തയ്ക്കാൻ വേണ്ടി തയ്യൽക്കാരനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുവാണ് നമ്മുടെ നായിക. അപ്പോൾ നമ്മുടെ തയ്യൽക്കാരനായ നായകൻ വീട്ടിലേക്ക് വരുന്ന അളവൊക്കെ എടുത്തതിന് ശേഷമാണ് പറയുന്നത് നമ്മുടെ നായിക കൊടുത്ത അളവ് തെറ്റായിരുന്നു, പുതിയ അളവൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് തരാമെന്ന്. അതിനുശേഷം നായകൻ അളവെടുത്തെടുത്തെടുത്തെടുത്ത് എങ്ങോട്ടൊക്കെയോ കയറി പോവുകയാണ്. അപ്പോൾ അതിനുശേഷം എങ്ങനെയൊക്കെ അളവെടുത്തു, ഏതൊക്കെ രീതി അളവെടുത്തു, അളവൊക്കെ കറക്റ്റായിട്ട് കിട്ടിയോ, അവസാനം എങ്ങനെയാണ് തയ്ച്ച് തീർത്തതെന്നൊക്കെയുള്ളത് സീരീസ് കണ്ടു തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. എങ്കിലും എൻ്റെ മോനെ ഒരു 1.5 തയ്യലായിപ്പോയി കേട്ടോ. അത് ഇങ്ങനെയൊന്നും തയ്ക്കില്ലെന്ന് അവനെ ആരെങ്കിലും നേരിട്ട് കാണുവാണെങ്കിൽ പറയണം, അമ്മാര് തയ്യലായിപ്പോയി പയ്യൻ. അതിൽ ലാസ്റ്റ് ഒരു ഐക്കോണിക് ഡയലോഗ് കൂടി പറയുന്നുണ്ട്. അതായത് നമ്മുടെ നായകൻ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിങ്ങനെ ബെഡിൽ ഇങ്ങനെ കിടക്കുമല്ലോ, അപ്പോൾ പറയുവാണ് എൻ്റെ ഗേൾ ഫ്രണ്ട് പോലും എന്നെ ഇത്ര സന്തോഷവാനായിട്ട് പരിപാടി നടത്തിയിട്ടില്ലെന്ന്. അതായത് ഇത്രയധികം ഒരു തൃപ്തി തൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ പോലും നമ്മുടെ നായകന് കിട്ടിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ എന്തൊരു സംഭവം ആയിരിക്കും നടന്നെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഊഹിക്കാവുന്നത് മാത്രമല്ലേ ഉള്ളൂ. പിന്നീട് ഈ ഒരു വെബ് സീരീസിന് ഔട്ട്ഡോർ ഷൂട്ടിങ്ങോ കാര്യങ്ങളോ തന്നെ ഇല്ല, ഇൻഡോർ ഷൂട്ടിംഗ് ആണ് മൊത്തമായിട്ട് വന്നിരിക്കുന്നത്. ഒരു വീടിനകത്ത് അല്ലെങ്കിൽ ഒരു റൂമിനകത്ത് നടക്കുന്ന സംഭവങ്ങളാണ് കാണിച്ചു പോയിരിക്കുന്നത്. ഇൻഡോർ ഷൂട്ടിംഗ് ആണെങ്കിൽ കൂടി നല്ല വൃത്തിക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫി ഒക്കെ കൊള്ളാമായിരുന്നു. ആ ഭാഗത്തെ കുറിച്ച് കുറ്റക്കുറവൊന്നും പറയാൻ വേണ്ടിയിട്ടില്ല. ക്വാളിറ്റി വൈസ് ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. ഓക്കെ, പിന്നീട് എടുത്ത് വേണ്ട ഫാക്ടർ എന്ന് വെച്ചാൽ ഡബ്ബിംഗ് ആണ്. അതായത് നമുക്കറിയാം നായകന് മലയാളം അറിയത്തില്ല, നായികയ്ക്കും മലയാളം അറിയത്തില്ല എന്നുള്ള കാര്യം നമുക്ക് ആക്ടേഴ്സിനെ കാണുമ്പോൾ തന്നെ അറിയാം. പക്ഷേ എങ്കിൽ കൂടിയും പെർഫെക്റ്റ് ആയിട്ട് ലിപ്സിംഗ് കൊടുത്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റും കൊള്ളാം, കാരണം നല്ലൊരു മോഡുലേഷനൊക്കെ പിടിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ഒരു ഭാഗത്ത് ഒരു മുഷിപ്പോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യത്തില്ല. ഓക്കെ, പിന്നീട് ബാക്കി ടെക്നിക്കൽ സൈഡൊക്കെ അടിപൊളിയായിരുന്നു. എഡിറ്റിംഗ് ആണെങ്കിലും കട്ട്സ് ആണെങ്കിലും ഒക്കെ നോക്കി കണ്ടുമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആ ഭാഗത്തേക്കും പ്രത്യേകിച്ച് കുറ്റക്കുറവൊന്നും തന്നെ പറയാൻ വേണ്ടിയിട്ടില്ല. പിന്നീട് വെബ് സീരീസിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ അപ്ഡേറ്റ്സ്, അതായത് ആക്ട്രസിന്റെ പേരും കാര്യങ്ങളൊക്കെ പലരും ചോദിച്ചിരുന്നു. അപ്പോൾ ഇന്നലെ ഇതിന്റെ അപ്ഡേറ്റ് വീഡിയോ വിട്ടപ്പം എനിക്കിത് പറയാൻ വേണ്ടി സാധിച്ചില്ല. കുറച്ച് ആളുകൾ കമന്റ് ബോക്സ് വഴി പറഞ്ഞു തന്നു, ഓക്കെ ഇന്നതാണ് ഈ ആക്ട്രസിന്റെ പേര് എന്നുള്ളത്. സഞ്ജന തിവാരി എന്നാണ് ആക്ട്രസിന്റെ പേര് വരുന്നത്. അതായത് നവരസയിലും അതുപോലെ തന്നെ ഇഷ്ടംപോലെ വേറെ ഹിന്ദി സീരീസുകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ട്രസ് ആണെന്നാണ് പലരും കമന്റ് ബോക്സിൽ പറഞ്ഞത്. പക്ഷെ ഞാൻ ഇതുവരെ വേറെ സീരീസുകളൊന്നും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ടപ്പോൾ ഓർമ്മ കിട്ടാത്തതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും കമന്റ് ബോക്സ് വഴി നമ്മൾ ചോദിച്ചപ്പോൾ തന്നെ മറുപടിയൊക്കെ തന്ന എല്ലാവർക്കും വളരെയധികം താങ്ക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയെങ്കിലും ഡൗട്ടൊക്കെ ചോദിക്കും, നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. കാസ്റ്റ് ആൻഡ് ക്രൂ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ അത് വളരെയധികം ഹെൽപ്ഫുൾ ആകും. പിന്നീട് ഇതൊന്നും എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള വിഷയങ്ങൾ അറിയാം. താല്പര്യമുള്ള വിഷയങ്ങളെപ്പറ്റി നോക്കുകയാണെങ്കിൽ ബൂമെക്സ് ആൻഡ് ഫെനി ഈ 2 OTT പ്ലാറ്റ്ഫോംസിനെ എങ്ങനെ എടുത്തു നോക്കിയാലും കാണിക്കുന്ന കാര്യത്തിൽ ഒരു മടിയും ഇതുവരെയും കാണിച്ചിട്ടില്ല. ഇത്തവണയും അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇഞ്ച് ബൈ ഇഞ്ച് എല്ലാം നല്ല വൃത്തിക്ക് കാണിച്ചു പോകുന്നുണ്ട്. കാണിക്കുന്ന കാര്യത്തിൽ ഒരു മടിയില്ല, ഒരു പിശുക്കും ഇല്ല. നല്ല ഈ വാരിക്കൂരി തരിക എന്നൊക്കെ പറയത്തില്ല, ആ രീതിക്കാണ് സംഭവങ്ങളൊക്കെ കാണിച്ചു പോയിരിക്കുന്നത്. പിന്നെ ക്ലോസപ്പ് ഷോട്ട്സ് ഒക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ ഡയറക്ടർക്ക് എങ്ങനെ സാധിക്കുന്നു എന്നാണ്. അതായത് പ്രേക്ഷകൻ്റെ പൾസ് എറിഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയില്ലേ. അതായത് നമ്മളിപ്പോൾ എന്താ പറയുക, ഇഷ്ടംപോലെ പൊസിഷൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വിചാരിക്കുവാണ് ഈ ഒരു സംഭവത്തിന് ശേഷം മേളിലേക്കായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, അല്ലെങ്കിൽ താഴേക്കായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ രീതിക്ക് ചെയ്യുമായിരുന്നു നല്ലതായിരുന്നു എന്നൊക്കെ വിചാരിക്കുന്ന ആ ഒരു സ്പോട്ടിൽ തന്നെ അടുത്തൊരു സീൻ വരുമ്പോൾ ആ ഒരു സംഭവമാണ് വരുന്നത്. ഓക്കെ, എന്തായാലും സംവിധാനം ചെയ്തിരിക്കുന്ന ആൾ കില്ലാടി തന്നെയാണ്. അതായത് സാധാരണ മലയാളത്തിൽ ഇറങ്ങുന്ന വെബ് സീരീസ് കാണുമ്പോൾ ഒരു കംപ്ലീറ്റ് തൃപ്തി അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടാറില്ല. പക്ഷേ ഇതിലേക്ക് വരുമ്പം ആ ഒരു കുറവും കാര്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നമുക്കൊരു കംപ്ലീറ്റ് ഫീല്, ഒരു പൂർണ്ണ തൃപ്തിയൊക്കെ ബൂമെക്സിൻ്റെ അല്ലെങ്കിൽ ഫെനിയുടെ ഒരു സീരീസ് കണ്ടു കഴിയുമ്പോൾ നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ട്. മലയാളത്തിൽ ഇപ്പോൾ ഏറ്റവും അധികം ഫാൻസ് ഉള്ളതും ഈ ബൂമെക്സിനും ഫെനിക്കും തന്നെയാണെന്നുള്ളത് കമന്റ് ബോക്സ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവരുടെ വെബ് സീരീസിൻ്റെ പുതിയ അപ്ഡേറ്റ്സിന് വേണ്ടിയാണ് ആളുകൾ എപ്പോഴും കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ബൂമെക്സിൻ്റെ ഫെനിൻ്റെ ഒക്കെ സീരീസുകൾ ഇതിനു മുമ്പ് നിങ്ങൾ കണ്ട് ഒരുപാട് അധികം ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ പറ്റിയൊരു ഗംഭീര ഐറ്റം തന്നെയായിരിക്കും. ഇപ്പോൾ ഫെനി എന്ന OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തിരിക്കുന്ന ടൈലർ എന്ന വെബ് സീരീസിൻ്റെ എപ്പിസോഡ് 1 അല്ലെങ്കിൽ എന്താ പറയുക വീക്കെൻഡൊക്കെ ആയിട്ട് എന്താ പറയുക നല്ലൊരു വെബ് സീരീസ് കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, മലയാളത്തിൽ നിന്നൊരു കിട്ടൺ സീരീസ് കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ നിർത്തിയിട്ട് നേരെ സീരീസ് കാണാൻ വേണ്ടി വിട്ടു. ടൈലർ എന്ന വെബ് സീരീസ് കണ്ടതിന് ശേഷം ബാക്കി എൻ്റെ റിവ്യൂ കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ വെബ് സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ.